അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും സുഖാനല്ലേ? എന്ത് വിശേഷമല്ലോ? മാഷാ അല്ലാഹ്. ഈ ചരിത്രം ഞാൻ പറയുന്നത് നിങ്ങൾ നല്ലോണം മനസ്സിലാക്കട്ടെ മക്കളെ. ഇതെല്ലാം പഠിക്കാനുള്ളത് പറഞ്ഞു മനസ്സിലായ. ഒരു ഊണ് ചോറ്റിനും വേണ്ടിയിട്ട് നമ്മൾ പുതിയാപ്പളുടെയൊക്കെ കാത്തിന് പള്ളിയില പൊരയില എങ്കിൽ കാക്കുന്നു. ഒരു ഊണ് ചോറ്റിനും വേണ്ടി കാക്കുന്നതെന്ന് ചില പെരക്കാർ വിചാരിക്കുന്നത്. ഈ പുതിയാപ്പളുടെ കൂട്ടറ പതിനാട്ടിൻ്റെ കൂട്ടറ ചില ആൾ ചിന്തിക്കുന്നത്. അപ്പോൾ പുതിയാപ്പളെ കാത്തിന് അരമണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെ നിന്നൂടെ? പുതിയാപ്പിളക്ക് തലകെട്ട് കെട്ടാൻ അരമണിക്കൂർ. പിന്നെ അവൻ്റെ ചങ്ങായിമാരെത്തിട്ട് പിന്നെ ചമ്ഞ്ഞതിൻ്റെ ശേഷം കുറേ ഫോട്ടോ എടുക്കാൻ ഇതാക്കാൻ ഖത്തീബും വലിയ വലിയ അറിയപ്പെടുന്ന ആൾ പണ്ഡിതന്മാരെല്ലാം ഇരുന്നിട്ട് പള്ളിയിലാട്ട് പരയിലാട്ട് കാക്കുന്നുണ്ട്. ഇതെല്ലാം ചിന്തിക്കേണ്ട. ഇതെല്ലാം എത്ര ജനങ്ങൾ പറയുന്നുണ്ടറിയോ? എന്തൊരു അവൻ്റെ ഒരു മണി ചോറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ കാത്തിക്കണ്ടേ? ഒരു മണിക്കൂറുള്ള കാത്ത ചരിത്രമുണ്ട്. ഇത് നല്ലോണം ചിന്തിക്കേണ്ടതെന്ന്. അള്ളാൻ്റെ മലക്കുകൾ ശപിച്ച് കളിയുമെന്ന് ആദ്യം തന്നെ അള്ളാൻ്റെ മലക്കുകൾ ശപിച്ച് കളഞ്ഞി. പിന്നെന്ത് അത് ആവലില്ല, നേരെ ആവലില്ല. ഭയ്യ എന്താണെന്നറിയോ? അത് 1 മാസം 2 മാസം കൊണ്ട് പിന്നെ അത് പൊട്ടുന്നു, അത് തലാഖ് പോന്ന്. ഇങ്ങനത്തെ എല്ലാം അള്ളാഹ് മിനളെ ബർത്തില്ലേ മക്കളെ. പിന്നെ പുതിയാപ്പളിനെ കൊണ്ടുവന്നേ എങ്ങനെ പൊന്തിച്ചിട്ട് പൊന്തിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവന്നേ പുതിയാപ്പളിനെ അവൻ്റെ വീട്ടിലേക്ക്. അതെല്ലാം അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. ഓനെ മര്യാദയ്ക്ക് ഓൻ്റെ പെരക്ക് കൊണ്ടാക്കേണ്ടതല്ലേ. ആ പെരക്കാരൻ ചിലപ്പോൾ സമയത്ത് ലോൺ എടുത്തിട്ടായിട്ടുണ്ടാവും ആ മംഗലം കഴിക്കുന്നത്. പറഞ്ഞാൽ മനസ്സിലായ? എത്ര വിഷമമുണ്ട് ആ ചിന്തിക്കണ്ടല്ലേ അമ്മ. അന്നേരമായിട്ട് ആടെ പോയിട്ട് പുതിയാപ്പളിൻ്റെ പോയിട്ട് അത് ബലിയാളടിക്കും പൊട്ടല്ലേറ്റ് പുൾറയിൽ സ്പ്രേ കൊടുക്കുന്നത് ഇടീ അടിച്ചിട്ടായിട്ട് ഞമ്മ തിന്ന ഭക്ഷണത്തിലേക്ക് തന്നെ അത് പാറുന്നത്. ചിന്തിക്കറോ? പിന്നെ വെടി പൊട്ടിക്കുന്നത് ആടെ കാർപ്പറ്റ ഇതെല്ലാം ഉണ്ടെങ്കിൽ എത്രയോ കത്തിയത് ചരിത്രമുണ്ട്. ഞാനൊരു ജാഗയിൽ പോയിട്ട് നോക്കുമ്പോൾ ഇത് മുളിയുണ്ടായിന്. മുളിക്ക് തീ പൊടിച്ചിന്ന് വെടി പൊട്ടിച്ചിട്ട് ഞാൻ വലിയ ഡ്രം ഉണ്ടതുകൊണ്ട് വലിയ വെള്ളം ഡ്രം ഉണ്ടതുകൊണ്ട് അങ്ങനെ കുറേ വണ്ടി ഖാലിയായി. കുറേ വണ്ടി ആടുന്ന് ഒഴിവായിന്ന്. ഇല്ലെങ്കിൽ എല്ലാ വണ്ടിക്ക് തീ പൊടിക്കട്ടെ. ഇതെല്ലാം ചിന്തിക്കേണ്ടത് അള്ളാഹ് എന്താക്കും മക്കളെ. ഇതെല്ലാം അള്ളാഹ് നമ്മളെ ശപിച്ചിടും. നമുക്ക് വരുന്ന സന്താനത്തിന് നമ്മൾ അള്ളാഹു ഏതെങ്കിലും കോലത്തിലാക്കിയിടും. ഞമ്മ ആ മംഗലം കൂടിയിട്ട് നമുക്ക് അള്ളാഹ് മിനളെ ബർത്തില്ല മക്കളെ. പറഞ്ഞ മനസ്സിലായ? പിന്നെന്താ പറഞ്ഞാൽ ഈ പുതിയാപ്പളിനെയും കൊണ്ട് വരുന്നത് രണ്ടാമത് രാത്രി പുതിയാപ്പളിനെ കൊണ്ടാക്കാൻ വേണ്ടി വരുന്നു. മക്കളെ നിങ്ങൾക്ക് ഓടുന്ന് ജോറുണ്ടാക്കുന്ന ഈ പെരക്കാർ ഒരു 10-50 ആൾക്കാർ വലിയ ആളെങ്കിൽ 100 ആൾക്ക് സാധനം ഉണ്ടാക്കും. 4 മണി വരെ പുതിയാപ്പളിനെ ചുറ്റിച്ചിട്ടല്ലേ കൊണ്ടുവരുന്നത്. എന്നിട്ട് ആദിലെ കൊണ്ടുവരുന്നത് അള്ള കരിയും. അള്ളാഹിൻ്റെ കണ്ണിൽ വെള്ളം വരുമെന്ന്. അള്ളാഹിൻ്റെ മലക്കുകളും മലായിക്കങ്ങളും ശപിച്ചിട്ട് അള്ളാഹിനോട് കരഞ്ഞോണ്ടുണ്ടാവുന്നു. പറഞ്ഞു മനസ്സിലായ? ആ പെരക്കാർ ആ ഉപ്പാൻ്റെ ഉമ്മാൻ്റെ എത്ര വിഷമം ഉണ്ടാവും. പെരക്കാർ എത്ര ആൾ ചങ്ങായിമാർ ഓരോ കുടുംബക്കാരെല്ലാം വന്നിട്ട് കാക്കുന്നുണ്ടാവും. പുതിയാപ്പളല്ലേ, ഓർക്കൊരു റെസ്പെക്ട് കൊടുക്കണ്ടേ? ആൾക്കാർ 10-50 ആൾ വരുമ്പോൾ ഓർക്കൊരു റെസ്പെക്ട് കൊടുക്കണ്ടേ? അപ്പം അന്നാൾ എന്ത് വിചാരിക്കും? ഇപ്പോൾ ഈ പുതിനാട്ടിൻ്റെ പേർക്കാർക്കും ആരും ഇല്ലെന്ന് 2 മണി 4 മണിയോളം 5 മണിയോളം കാത്തിട്ടില്ല സ്വഭി ഓർക്കുമ്പോൾ കൊണ്ടാക്കിയ പുതിയാപ്പളിനെ കൊണ്ടാക്കിയതുണ്ട്. ഇങ്ങനെ തട്ടിക്കൊണ്ടുപോകലുണ്ടാ? കൊണ്ടുപോകാൻ പാടുണ്ടാ? ഇതെല്ലാം അള്ളാഹ് വെറുത്തില്ലേ? അള്ളാഹ് ഗഫൂർ റഹീം. നമ്മൾ പോകുമ്പോൾ എതിർത്ത ടയറിലേക്ക് ഒരു ആണി കയറി അങ്ങ് തീർന്നു. പിന്നെ വർക്ക് കഴിഞ്ഞിട്ട് മിന്നത്തൊന്ന് ഫുള്ള് ഉറങ്ങിയില്ല. പുതിനാട്ടി ഉറങ്ങലില്ല മിന്നത്തൊന്ന് മൊയിലാഞ്ചി മംഗലത്തിൻ്റെ അന്ന്. ഈ പുതിയാപ്പളയും പിറ്റേ ദിവസം പോന്നു. വർക്ക് നോക്കിയിട്ട് മിന്നത്തൊന്നും ഉറങ്ങിയിട്ടില്ലല്ലോ. ഏത് മംഗലത്തിന് മൊയിലാഞ്ചി മംഗലത്തിനും ഉറങ്ങിയിട്ടില്ല. പിറ്റേ ദിവസം ഈ പുതിയാപ്പളിനെ കൊണ്ടുവന്നല്ലേ രാത്രി 4 മണിക്ക് 5 മണിക്കല്ലേ. പിന്നെ 1 മണിക്കൂർ മറ്റോ ഉറങ്ങും. പിറ്റേ ദിവസം എവിടെയെങ്കിലും ചോറ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ആക്സിഡൻ്റ് ആയിട്ട് എത്രയോ കാറ് കുത്തിയിട്ട് കാല് കുറേ സമയം ഉണ്ടായിട്ട് കണ്ണ് പോയ ചരിത്രമുണ്ട്. ഒരു കണ്ണ് 3 മാസം എന്തോ ഈ പുതിയാപ്പളിൻ്റെ കണ്ണില്ലാന്ന്. കണ്ണിതായിട്ട് ഭയങ്കര 3 മാസം കഴിഞ്ഞിട്ടാണ് ആ കണ്ണിന് ശരിയായത്. അപ്പോൾ ഇതെല്ലാം അള്ളാഹിൻ്റെ നമുക്ക് തരുന്ന ശിക്ഷയാണ്. അത് ഏത് ബൈക്ക് അള്ളാഹ് പൊടിക്കുമെന്ന് അറിയില്ല. പറഞ്ഞു മനസ്സിലായ? നല്ലോണം ചിന്തിക്കുക മക്കളെ. മറ്റവൻ്റെ ചോറ് വെച്ചിട്ട് ഒരു കടം വാങ്ങിയിട്ടുണ്ടാവും, ലോൺ എടുത്തിട്ടുണ്ടാവും. ചിന്തിക്കുന്നു വലിയ കുറ്റം അത്. അള്ളാഹിൻ്റെ അദാബ് വരുമ്പോൾ ഏത് ഭാഗത്ത് വരും എന്നറിയില്ല. മറ്റാളെ നൊമ്പലാക്കുമ്പോൾ അള്ളാഹ് നമ്മളെ കുടുംബത്തിൽ നമ്മളെ പേർക്ക് വരുന്ന പുതിയാപ്പളയാണ് ആ സ്ഥിതി. അങ്ങനെ ആവും. നമ്മളെ പങ്ക വായിക്കുമ്പോൾ അനിയന്മാർ നമ്മളെ കുടുംബക്കാരിൽ ആണാ പെണ്ണ അങ്ങനത്തെ ഒരു പ്രശ്നം വരും. അപ്പാന്ന് നമുക്ക് ബേജാറെന്ന്. അള്ളാഹിൻ്റെ അദാബിനെ നല്ലോണം സൂക്ഷിച്ച മക്കളെ. അള്ളാഹ് ഗഫൂർ റഹീം. അള്ളാഹിനെ സൂക്ഷിച്ചു.